ബി.ജെ.പിക്ക് വീണ്ടും ഒരു അട്ടിമറി വിജയം ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഡൽഹിയിൽ ഒരു വമ്പൻ നേട്ടമാണ് ബി.ജെ.പിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. എ.പി.യെ തകർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഒരു വലിയ വിജയം ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ. എ.പി എന്ന് മാത്രമല്ല, ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം. ഇന്ത്യ സഖ്യത്തെ തകർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ബി.ജെ.പിയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. ഡൽഹി സിവിൽ ബോഡി പാനൽ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ശേഷം ഇപ്പോൾ ബി.ജെ.പി വിജയിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഇതിൽ നിന്നും അകന്നു നിന്നിരിക്കുകയാണ്. അതായത് ദേശീയ തലസ്ഥാനത്തെ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള വി.കെ. സക്സേന വിളിച്ചു ചേർത്ത രാത്രി വൈകിയുള്ള സെഷനിൽ ആം ആദ്മി പാർട്ടി വോട്ടിംഗ് ബഹിഷ്കരിച്ചതിന് ശേഷമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച സെപ്റ്റംബർ 27 തീയതി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 6ാം സീറ്റിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുന്ദർ സിംഗ് തൻവാർ 115 വോട്ടുകൾക്കാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. വിജയിക്കാൻ ആകെ വേണ്ട 58 വോട്ടുകളാണ്. 115 വോട്ടുകളോടുകൂടി ബി.ജെ.പി സ്ഥാനാർത്ഥി സുന്ദർ സിംഗ് തൻവർ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. എ.പി.യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിർമ്മല കുമാരിക്ക് വോട്ടെടുപ്പിൽ 0 വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് തന്നെ. വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്ന നിലപാടിൽ എ.പി വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുത്തില്ലായിരുന്നു. എം.സി.ഡിയുടെ സാമ്പത്തിക നയരൂപീകരണ ബോഡിയായ 18 അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ രൂപീകരണ പ്രക്രിയ ഇത് പൂർത്തിയാക്കുന്ന തരത്തിലായിരിക്കുന്നു. നേരത്തെ അഡീഷണൽ കമ്മീഷണർ ജിതേന്ദർ യാദവിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒഴിവുള്ള സീറ്റുകളിലുള്ള വോട്ടെടുപ്പായിരുന്നു ആരംഭിച്ചത്. എം.സി.ഡിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ 6ാം സീറ്റിലേക്ക് ബി.ജെ.പി കൗൺസിലർമാർ വോട്ടെടുപ്പ് പൂർത്തിയാക്കി. എ.പി കൗൺസിലർമാർ ഇല്ലാതിരുന്നതിനാൽ തന്നെയും പങ്കെടുക്കാൻ വിസമ്മതിച്ച് തങ്ങളുടെ 9 കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. നിയമ നടപടികൾ അനുസരിച്ച് പ്രിസൈസിംഗ് ഓഫീസർ ഹാജരാകാത്ത കൗൺസിലർമാരുടെ ലിസ്റ്റ് 3 തവണ വായിച്ചിരുന്നു. അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ സമയം നൽകുകയും ചെയ്തിരുന്നു. വോട്ടെണ്ണൽ ആരംഭിക്കാൻ പ്രിസൈഡിംഗ് ഓഫീസർ 3:30 വരെ കാത്തിരിക്കും. അതേസമയം ഈ തെരഞ്ഞെടുപ്പുകൾ നിയമവിരുദ്ധമാണെന്നും അസാധുവായി പ്രഖ്യാപിക്കണമെന്നുമുള്ള നിലപാടിൽ എ.പി ഉറച്ചു നിന്നു. നേരത്തെ മേയർ ഷെല്ലി ഒബ്രോയ് പത്രസമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കുകയും എ.പി കൗൺസിലർമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു എം.സി.ഡി ഉദ്യോഗസ്ഥൻ വോട്ട് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് മൊബൈൽ ഫോണുകൾ ഒന്നും സഭയിൽ അനുവദിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് മത്സരത്തിന്റെ ഒരു പോയിന്റാണ്. അതിനാലാണ് വ്യാഴാഴ്ച സെപ്റ്റംബർ 26 തീയതി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് തന്നെ. നേരത്തെ തന്നെ എ.പിയെ ഡൽഹിയിൽ അട്ടിമറിച്ചുകൊണ്ട് എം.സി.ഡി തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ ഒരു നേട്ടമായിരുന്നു അവിടെ ഉണ്ടാക്കിയത്. അട്ടിമറി വിജയം ബി.ജെ.പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബാക്കി വന്ന ഒഴിവുണ്ടായിരുന്ന ഒരു സീറ്റിലേക്കുള്ള എലക്ഷൻ മാറ്റിവെച്ചത് തന്നെ. ഇപ്പോൾ ആ സീറ്റിലാണ് ബി.ജെ.പിക്ക് ഈ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചതും. ഇപ്പോൾ ബി.ജെ.പിയുടെ അംഗസംഖ്യ അവിടെ വർദ്ധിച്ചിരിക്കുകയും കൂടിയാണ്. അതായത് തൻവാറിന് 115 വോട്ടുകൾ ലഭിക്കുകയും ബി.ജെ.പിക്ക് ഇപ്പോൾ 18 അംഗങ്ങളിൽ 10 പേരുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടുള്ള അധികാരവും കിട്ടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിജയത്തോടു കൂടി തന്നെ. തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന എ.പി സർക്കാരിനായാലും, അതായത് ആം ആദ്മി പാർട്ടിക്കായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിനായാൽ തന്നെയും ഇന്ത്യ സഖ്യത്തിന് തന്നെ ആയാൽ തന്നെയും വലിയ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം തീർച്ചയായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടവും, അതുപോലെ തന്നെ എ.പി കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു കനത്ത പ്രഹരമായി മാറി എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിലൂടെ ബി.ജെ.പി ഡൽഹിയിൽ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ്.